ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ നേരം നമ്മൾ ആങ്ഷ്യസ് ആകും. അത് ആങ്ഷ്യസ് ആവാൻ സാധ്യതയുള്ള പല ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമായിരിക്കും. ഡെഫിനറ്റ്ലി അവർക്ക് അറിയാം അവർ ആങ്ഷ്യസ് ആകും, എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു അവെയർനെസ് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സിറ്റുവേഷനിൽ പോകുമ്പോൾ ഞാൻ ആങ്ഷ്യസ് ആകും എന്നുള്ളൊരു നോളേജിൽ നിന്ന് നമുക്ക് മെൻ്റലി പ്രിപ്പയർഡ് ആകാൻ പറ്റണം. ഓക്കെ, നാളെ ഇൻ്റർവ്യൂ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കാനാണ് സാധ്യത, ഇന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങളുടെ ഒരു സാധ്യത. സോ ഞാൻ എങ്ങനെ അന്ന് ഞാൻ ബിഹേവ് ചെയ്യും, ആ ഒരു മെൻ്റൽ പ്രിപ്പയർ ചെയ്ത പല കാര്യങ്ങളാണെങ്കിലും അവിടെയും നമ്മൾ മനസ്സിൽ കരുതണം, ഞാൻ ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. സോ എനിക്ക് എൻ്റെ മനസ്സും ശരീരവും കൺട്രോളിലായിരിക്കണം എന്നുള്ള ബോധ്യവും പ്രിപ്പയർഡ്നെസ്സുമാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം തന്നെ ടാക്കിൾ ചെയ്യാനായിട്ട് ചില വഴികളുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പതുക്കെ ഒരു കുറച്ചധികം നാളായിട്ട് കൊണ്ടുവരുന്ന ചേഞ്ചസ് ആണ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഒരു സിറ്റുവേഷനിൽ വരുമ്പം നമ്മൾ പ്രിപ്പയർഡായി നമ്മളുടെ മനസ്സിനെ കാമാക്കി റിലാക്സ്ഡ് ആയിട്ട് അവിടെ പോയിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആങ്ഷ്യസ് ആകുന്നതിനേക്കാളും ഭേദമായിട്ട് ചിലപ്പോൾ നമുക്ക് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നിരിക്കും.